അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ത് കഥയെന്നറിയോ? നമ്മളെ മുളക് പൊടീൻ്റെ ബിസിനസ് എല്ലാം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. സംഭവം എന്തെങ്കിലും ആക്കിയിട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോയിലെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് കുറച്ച് കുറേ ഓർഡർ കിട്ടിയിട്ടാണ്, കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഓർഡർ തരാമെന്നും പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ വിചാരിക്കാതെ എന്തെല്ലോ സംഭവങ്ങൾ നടന്നുകൊണ്ടില്ലേ, നമുക്ക് അതിനത് ഒരു പാക്കാക്കിയിട്ട് കൊടുക്കാനോ എല്ലാം പറഞ്ഞവർക്ക് എത്തിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പം ഞമ്മ എല്ലാം ഇതായിട്ട് കോഴിക്കോട് നിന്നെല്ലാം വന്നിട്ട് പേരിൽ സെറ്റായിന്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് പുതിയ നമ്മളെ ബിസിനസ്സിലേക്ക് പുതിയ ഒരാളെയും കൂടി ഉൾപ്പെടുത്താനുണ്ട്. മുളക് പൊടി, വറുത്തത് വറുക്കാത്തത്, പത്തൽപ്പൊടി, പിന്നെ മന്തി മസാല, അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ, അതെല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി പണിയിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളില്ലേ കമൻ്റ് ആക്കിയാൽ മതിയാവും. വേണ്ടിയവർക്ക് നമ്മൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മളടുത്തുള്ളവർക്ക് കാസർഗോഡ് ഉണ്ടാകുന്ന കുറേ ആൾ ചോദിക്കുന്നുണ്ട്. കാസർഗോഡ് ഡെലിവറി ഇല്ല, 1-2 ഐറ്റം പോകുമ്പോൾ നമുക്ക് നഷ്ടമാണ്. കുറച്ച് കൂടുതൽ ഓർഡർ ഒന്നിച്ച് ബൾക്കായിട്ട് കിട്ടിയാൽ കാസർഗോഡ് എത്തിക്കും ടൗണിലേക്ക്, അല്ലെങ്കിൽ കുമ്പളെല്ലാന്ന് കൊടുക്കൽ പറഞ്ഞാൽ അങ്ങനെ. പിന്നെന്താ ചോദിക്കുന്നുണ്ടായിന്നറിയോ? പിന്നല്ലേ ചിക്കൻ മസാല ഉണ്ട്. അത് നമ്മളിപ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് മസാല ആക്കിയിട്ടില്ലേ, ഈ നമ്മളെ തന്നാസ് കിച്ചണിൻ്റെ പൊടി ഇട്ടെങ്കിൽ മതി. നല്ല അടിപൊളി ചിക്കൻ കുറുമ ആയിട്ട് കിട്ടും. ഈ നോമ്പിനല്ല ഇപ്പോൾ നല്ല പൊടിയെല്ലാം എല്ലാവരും സ്റ്റോക്കാക്കിയിട്ട് വെക്കുന്ന ഒരു ടൈമല്ലേ. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം എളുപ്പത്തിലുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലോട്ട് വരുമ്പോൾ നോമ്പോക്കിന് കുറേ തിരുപണി എടുക്കുമ്പോൾ ഒരു ക്ഷീണമാണത്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ നോമ്പിന് മുമ്പ് വെച്ചെങ്കിലേ എളുപ്പമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ എല്ലാ വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിന്. നോമ്പിൻ്റെ ക്ലീനിങ്, നോമ്പിനുള്ള ഫുഡ് സെറ്റപ്പ് റെഡിയാക്കിയിട്ട് വെക്കുന്നത്, ഈ പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുന്നതെല്ലാം വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ടും ആയതുകൊണ്ട് അതായിട്ടുണ്ടായി. പക്ഷെ അത് ചെയ്യണമല്ലോ, അതല്ലേ നമ്മളിപ്പോഴത്തെ ഡ്യൂട്ടി അല്ലേ. അങ്ങനെ അപ്പോൾ നമ്മൾ പൊരലുണ്ടാക്കുന്നത് ഇതാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാം. അങ്ങനെ അത്ര തന്നെ അറിഞ്ഞാൽ. അപ്പോൾ പിന്നെന്ത് അതിനുള്ള ഞാൻ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, അതിൻ്റെ എല്ലാം സെറ്റപ്പ് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട്. പക്ഷെ അത് സെറ്റായിട്ടായി നിങ്ങൾക്ക് ഞാൻ നല്ല അടിപൊളിയുള്ള വീഡിയോ എല്ലാം ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇതെന്താ പറയുക, അതിന് മുമ്പ് നമുക്ക് കോഴിക്കോട് ഒരു റെസിപ്പി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായി. അവിടെ റെസിപ്പി ആക്കുമ്പോൾ നല്ല വീട്ടുണ്ട്. നമ്മളെ പുര പോലെ, നമ്മളെ നാട്ടിൽ പോലെ അല്ലല്ലോ ഉള്ള സംഭവം വെച്ചിട്ട് ഒപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടാകുന്ന, നല്ല പാങ്ങണ്ടാകുന്നു ഉണ്ടാക്കാൻ. എന്തെങ്കിലും ചൂടോടെ ഉണ്ടാക്കി ചൂടോടെ കഴിക്കുന്നതൊന്നും വേറെ ടേസ്റ്റ്. പിന്നെ പെട്ടെന്ന് ഒരു ഇത്തിരി ഒരു 4-5 പാത്രം തന്നെ ഉള്ളത്, അതിന് ക്ലീൻ ആക്കിയിട്ട് പോയിട്ട് എടുക്കുമ്പോൾ വേറൊരു മൂഡ്. നമ്മളിവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ സിങ്ക് പാത്രമല്ലേ, കുറേ ചട്ടിയും പാത്രം എന്നില്ല എനിക്ക്. ഇത് 2-3-4 തന്നെ ഉള്ളത്. അതുകൊണ്ട് അത് വെച്ചിട്ട് ഒപ്പിച്ചിട്ടില്ലേ നല്ല അടിപൊളി ഫുഡ് വന്ന് പാത്രവും പെട്ടെന്ന് കഴിച്ച് നല്ല റെഡി ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെന്താ പറയുക, കുബൂസ് ഉണ്ടായി. കുബൂസ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് ഇതിൽക്ക് ഓംപ്ലേറ്റ് ഉപ്പും കുരുമുളക് ഇട്ടിട്ട് ഓംപ്ലേറ്റ് ആക്കി കുറച്ച് കെച്ചപ്പിട്ട്, പിന്നെ നമ്മൾ ലെറ്റ്യൂസില്ലേ അതെല്ലാം ഇട്ടിട്ട് ഇതിൽക്ക് വേണമെങ്കിൽ ഒരു കുക്കുംബർ, ക്യാരറ്റ് എല്ലാം വെച്ചിട്ട് നല്ല ചൂടോടെ കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ ആംപ്ലേറ്റ് ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് ചിക്കൻ ഉപ്പും കുരുമുളകും, പിന്നെ മറ്റേ സോയാ സോസ് എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് എല്ലാം എടുത്തെങ്കിൽ ഒരു ചൈനീസ് റെസിപ്പി പോലെ ആവും. ചൈനീസ് റെസിപ്പിക്കില്ലേ വലിയൊരു ആഡംബരം ഒന്നും വേണ്ട. എന്താ പറയുക, ചിക്കനെ നമ്മൾ ഉപ്പ്, കുരുമുളക്, മറ്റേ സോയാ സോസില്ലേ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം, തിരിച്ചിട്ടും മറിച്ചിട്ടും. അതിന് ശേഷം പിന്നെ നമുക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ് അതെല്ലാം ഇട്ടിട്ടില്ലേ ഒന്ന് സെറ്റാക്കിയെങ്കിൽ ചൈനീസ് ഫുഡാണ്. പിന്നെ നമ്മളെ നാടൻ ഫുഡ് നല്ല വേവിച്ചിട്ട് കായ്ച്ചിട്ട് പൊരിച്ചിട്ട് അങ്ങനെല്ലാം എടുക്കുന്നല്ല നാടൻ ഫുഡ് അല്ലേ. കുറച്ച് അത് പച്ചക്ക് തിന്നെങ്കിൽ ചൈനീസ് ഫുഡ് എത്ര തന്നെ. അതിൽക്ക് സോസ് ഓറെല്ലാം ബട്ടർ സോസ് അങ്ങനെയല്ലല്ലേ ഓറ് യൂസ് ആക്കുന്നത്, അതെല്ലാം നമുക്ക് ഒരു മജയാണ്. അപ്പോൾ ഇത് കഥ എന്താ പറയുക, നമ്മൾ കോഴിക്കോട് നമുക്ക് പിള്ളേർ വന്നിട്ടുണ്ടായി 2 ദിവസത്തേക്ക്. എന്നിട്ടായിട്ട് ഓറ് വന്നിട്ട് പിറ്റേ ദിവസം ആനുവൽ ഡേ ഉണ്ട് നിലയിട്ടില്ലേ, രാവിലെ പോയിട്ടുണ്ടായിരുന്നു മിതാതും മിന്നും തന്നും. അപ്പോൾ ആടെ ഊബർ ബുക്കാക്കിയെങ്കിലേ നമുക്ക് 10 മിനിറ്റിലെത്തും നമ്മുടെ റിക്ഷ ഓടിക്കും പോലെ. പക്ഷെ ടൈം ടു ടൈം പറഞ്ഞാൽ ഇപ്പോൾ 5 മിനിറ്റിലെത്തൂല, 5 മിനിറ്റിലെത്തി, 10 മിനിറ്റിലെത്തൂല, 10 മിനിറ്റിലെത്തി. ഓരോ ലൊക്കേഷനും സംഭവങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്, എവിടുന്ന് വരുന്നത്, എങ്ങനെ വരുന്നത്, ഇതിൽ വരുന്നതെന്നെല്ലാം. നമുക്ക് ഒറ്റക്ക് തന്നെ ഇട പോകുന്നെങ്കിൽ പ്രശ്നമില്ല. ഊബറിൽ എല്ലാം അവിടെ കാണുന്നുണ്ടല്ലോ, അവർക്ക് ബുക്കാക്കിയിട്ട് നമുക്ക് തന്നെ അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ എല്ലാ കഥയാണ്. കോഴിക്കോട്ടെ അതിനുള്ള സെറ്റപ്പും സംവിധാനങ്ങളും ഉണ്ട്. നമ്മളെ കാസർഗോഡ് കുമ്പളയിലെല്ലാം വന്നതിന് അങ്ങനെ നല്ലതല്ലേ അങ്ങനത്തെ എല്ലാവരും സെറ്റപ്പിൽ. അപ്പോൾ
അങ്ങനെ എന്നാൽ പിന്നെ ഊബറിൽ അങ്ങനെ കുറേ പൈസ ആവുന്നില്ല, അതിൽ കാണിച്ചത്ര തന്നെയാണ് പൈസ പോകുന്നത്. നല്ല മജയുണ്ട് കാണാനും നോക്കാനും. അടുത്ത ലൈഫ് സ്റ്റൈലുള്ളൊരു വേറെ തന്നെ, നമ്മളെ നാട്ടിലത്തെ ഒരു ലൈഫ് സ്റ്റൈലൊരു വേറെ തന്നെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ല നമ്മൾ നേരെ ഇപ്പോൾ എടുക്കറിയോ പോകുന്നുള്ളത്. അതല്ല, അതിനാട്ടൊരു വിറ്റുണ്ട് നിങ്ങളോട് ചെല്ലാനൊക്കെ കുറേ ദിവസമായിട്ട് മറന്നുപോയി. നമ്മളിപ്പോൾ എടുക്കോപ്പാ പോയത്, ഒന്ന് തിരൂറല്ലോ ഒന്ന് ഇറങ്ങിയിട്ട് വരാന്നിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാനെന്തല്ലോ, വസ്ത്രൂന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഇരുന്നിട്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങിയിട്ട് തിരിഞ്ഞിട്ട് അതിൽ തന്നെ ഒന്ന് പോയതല്ല എന്തായാലും. അങ്ങനെ ഇപ്പം നാളെ എന്തോ നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്, അതിന് ഒരു ദിവസം മുമ്പുള്ള എന്തോ വീഡിയോ തോന്നുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമല്ലോ. നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടല്ലോ തിരൂറോളം പോയിട്ടുണ്ടായിരുന്നു വെറുതെ. അങ്ങനെ പോയിട്ടാകുമ്പോഴേക്കില്ലേ പിന്നെ നമ്മൾ പകുതിയിൽ നിന്ന് ചായ കുടിച്ച് പിന്നെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്, അടുത്തേക്ക് പോയി വെറുതെ നോക്കാൻ. കാണുമ്പോൾ നല്ലൊരു ചുരിദാർ പോലെ കണ്ട് ദൂരത്ത് നിന്ന് കാണുമ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിലെല്ലാം കയറി നോക്കും. അടുത്ത് കാണുമ്പോൾ ആ ഒരു ദൂരത്ത് നിന്ന് കണ്ട ഒരു ലൈക്കായിട്ടില്ല. അങ്ങനെ നമ്മൾ വേഗാണ്ട് വന്ന് എന്നിട്ട് കുറച്ച് കറങ്ങിയിട്ട് ഈ പാടവും ഈ നെല്ലെല്ലാം കാണുമ്പോൾ ഇല്ലേ എന്തോ ഒരു മജായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇല്ലേ ഈടെന്തോ അറിയോ, നമ്മോ വടകരല്ലേ ഇത് ഒക്കും തോന്നുന്നു, ശരിക്കും ഓർമ്മയില്ല. ആടലില്ല കുറേ ബേസന്മാർ പറഞ്ഞ മാഷാള്ള, അതെന്തോ ഒരു വച്ച കാണാൻ. നമ്മളെ നാട്ടിൽ അങ്ങനെ കാണലേ ഇല്ലല്ലേ, കുറേ ബേസന്മാർ ഈടയില്ല മാഷാള്ള. ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് ഒരു 5-6 ആളെല്ലാം പള്ളീൻ്റെ അടുത്തും വീടിൻ്റെ സൈഡും ചായ കുടിക്കുന്നിടത്തല്ല ഇങ്ങനെ അധികം ഞങ്ങൾ ഇങ്ങനെ ഫോക്കസ് ആയിക്കൊണ്ട് പോയ ബേസന്മാർ കുറേ ഇങ്ങനെ ട്രാവലെല്ലാം ചുറ്റിയിട്ട് അവർ പണ്ടത്തെ പോലത്തെ ഒരു വയസ്സന്മാരില്ല, അങ്ങനത്തെ മാഷാള്ള ഉള്ളവർക്ക് വയസ്സും ആഫിയത്തും കൊടുക്കട്ടല്ലേ. അങ്ങനെ അതെല്ലാം ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിലൊരു വർക്കത്തും ഒരു പുൽസല വേറെ തന്നെ വയസ്സന്മാരുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വന്നിട്ട് ഇതാ കഥ. ഇത് ഞങ്ങൾ ചായ കുടിച്ച വണ്ടീൻ്റെ മുകളിൽ, ഞാൻ വണ്ടീൻ്റെ ടോപ്പിൽ ഞാൻ എന്ത് വെക്കലേ ഇല്ല. ഇതെന്ത് കഥയാണെന്ന് അറിയുന്നില്ല. ചായയും കടിയെല്ലാം ഇല്ലേ നമ്മൾ മുകളിൽ വെച്ചിട്ട് കുടിച്ചിട്ടായിട്ടില്ലേ. ഈ ചായ കുടിച്ചതിൻ്റെ തന്നെ അപ്പുറത്ത് കുറച്ചപ്പുറത്ത് ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ആടുന്ന് ഡ്രസ്സ് നോക്കിയിട്ടായിട്ട് ഇവിടെ ഇങ്ങനെ ചായയൊന്നും മറ്റേ മുട്ടപ്പയില്ലേ, മുട്ടപ്പവും നമ്മളെ ബേക്ക കഴിച്ചതും സമൂസ അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടായിന്. അതെല്ലാം കഴിച്ചിട്ടായിട്ട് മിതാതു ക്ലാസ് കൊണ്ടെടുക്കാൻ പോയി. എൻ്റെ വീഡിയോ ഞാൻ എടുത്തിന്. ക്ലാസ് കൊണ്ടെടുക്കാൻ പോയത് മാത്രം ഓർമ്മയുണ്ട്. ആടുന്ന് നമ്മൾ ഏകദേശം ഒരു 10, 20, 25, 30 കിലോമീറ്ററോളം വന്ന് തിരൂർക്ക് എത്തണമെങ്കിൽ. അങ്ങനെ വന്നിട്ടായിട്ട് ഫോൺ എടുത്തു. ഫോൺ കാണുന്നില്ല. അല്ലട്ട് നോക്കുമ്പോക്കില്ലേ ഫോൺ എവിടെയും കാണില്ല. ബാഗിൽ ആടെയും മയതിൻ്റെ ഉണ്ടാകുന്നിട്ട് നോക്കി. പക്ഷേ എവിടെയില്ല, റിങ് ആക്കുമ്പോൾ സൗണ്ടും കേൾക്കുന്നില്ല. അങ്ങനെ ഡോർ വന്നിട്ട് മെല്ലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഏടറിയുണ്ട് ഇതിൻ്റെ വണ്ടീൻ്റെ ടോപ്പിൽ. ഞാൻ ഈ ചായൻ്റെ വീഡിയോ എടുത്തിട്ടില്ലേ, ആ വീഡിയോ എടുത്തിട്ടായിട്ടില്ലേ ഒരാളാക്കി ആടെന്നെ വെച്ചിട്ട് പോകണം. അതിനെ എടുക്കാനൊക്കെ ഓർമ്മയില്ല. ഭയങ്കര അത്ഭുതമായി പറഞ്ഞാൽ മാഷാഅല്ലാഹ് ആടുന്ന് എടുത്തോളം എത്തിയില്ലേ ഫോണ്. എന്നിട്ട് ഭയങ്കര അത്ഭുതമായി. കഷ്ടപ്പെട്ട ഫോണെന്താ അങ്ങനെ പോവാത്തത്. ഫോണ് കട്ട് റോഡിലും മയിലെല്ലാം വരുന്നതല്ലേ. എന്നിട്ട് മാഷാഅല്ലാഹ് അവിടെ തന്നെ ഉണ്ടായി അൽഹംദുലില്ലാ. അതേടെ പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് പിരാന്തട്ടാഞ്ഞ് പിന്നെ പറഞ്ഞാൽ 1.5 ലക്ഷത്തിൻ്റെ മുതലാഞ്ഞ് പോയിനെങ്കിൽ പണിയിട്ടെട്ടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശരി എന്ത് കഥ അറിയോ, നമ്മൾ പിറ്റേ ദിവസം പോകുന്നതല്ലേ നാട്ടിലേക്ക്. അങ്ങനെ പാക്കിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്ലാറ്റ് വീട്ടിൽ നിന്നുള്ള വീഡിയോന്ന് പറഞ്ഞാൽ അങ്ങനെ വൈകുന്നേരം നല്ല സ്ട്രോങ്ങിലൊരു ചായയും പഴംപൊരി എല്ലാം ആക്കിയിട്ടുണ്ടായി. നമ്മളെ വേക്കാച്ചില്ലേ അതന്നെ, അരിയെല്ലാം അരിച്ചിട്ടുള്ള നല്ല ക്രിസ്പി ബേക്ക കഴിച്ചത് അതെല്ലാം കുടിച്ചിട്ടായിട്ടില്ലേ. ഞാനും ഏട്ടത്തി നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതാ നമ്മളെ ലഗേജെല്ലാം ലിഫ്റ്റിൽ കയറി. ഇത് ഭയങ്കര നല്ലതായി പറഞ്ഞാൽ. ഇതാ റൂമിൻ്റെ അവിടെ തന്നെ ലിഫ്റ്റ് സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല വാങ്ങണ്ടതിനത്. എന്നിട്ട് താഴെ ഇറങ്ങുമ്പോൾ അങ്ങനെ താഴെ ഇറങ്ങിയിട്ട് എവിടെയും സ്റ്റെപ്പില്ല, നേരെ വണ്ടിയിൽ സാധനം കയറ്റിയിട്ട് എല്ലാം വെച്ചിട്ടായിട്ട് പിന്നെ ഞാൻ പാടുന്നത് ഏകദേശം ഒരു മഗ്‌രിബ് നിസ്കാരങ്ങളെല്ലാം കഴിഞ്ഞിന് ഇറങ്ങുമ്പോൾക്ക് മഗ്‌രിബെല്ലാം നിസ്കരിച്ചിട്ടായിട്ട് ഇറങ്ങിയാൽ മെല്ലെ പോകും. നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. അങ്ങനെ എല്ലാം പോയിട്ടില്ലേ ഏകദേശം ഇപ്പോൾ 7:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ പോകുമ്പോൾ റോട്ടിൽ ആനയോ ഉത്സവത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ആനയുണ്ട് അപ്പുറത്ത്, മറ്റേ കുറേ എന്ത് കളി എന്തായാലും മറ്റേ കളിയും അങ്ങനത്തെ എല്ലാം നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മളിതാ കല്ലുമക്കായാണ്. ഞങ്ങളുടെ പേരും വിചാരിച്ചു നാട്ടിലേക്ക് പോകുമ്പോൾ കല്ലുമക്കായ കുറച്ച് കൊണ്ടുപോകണം, നല്ല കല്ലുമക്കായെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനെ നിർത്തിയിട്ടാകുമ്പോൾ ഓരോരുത്തർ കുഞ്ഞു പക്ഷേ ഇത് നല്ല കാണാനുണ്ട്. ഇയാൾ പറയുന്നുണ്ട് വേണമെങ്കിൽ നമ്പറിൽ വിളിച്ചോന്നല്ലോ. ഇയാൾ ചോദിച്ചിട്ടുണ്ടോ ഈ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് നല്ല ഇറങ്ങിയിട്ടാകുമ്പോഴേക്ക് പ്രശ്നമില്ല, എപ്പോൾ വേണമെങ്കിൽ വരുമ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, ഇവിടെ റെഡി ചെയ്യുന്ന സാധനം എന്നല്ലോ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കല്ലുമക്കായെല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിന് എടുത്തോളം പുറത്തെടുത്തിട്ടാണ്. പിന്നെ നമുക്ക് കുറേ ദിവസമായില്ലേ നമ്മളിപ്പോൾ ഒരേ നല്ല പോയിട്ട് കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. നമുക്ക് ടാക്സ് വന്നിട്ടുണ്ട്, അതെടുക്കാനുണ്ട്, കറണ്ട് ബില്ലിൻ്റെ പണിയുണ്ട്,
അത് ഓൺലൈനിൽ ചെയ്യാം, പക്ഷേ അതിനൊന്നും ഞാൻ മെയിൻ്റ് ആക്കിയിട്ടില്ല ഇനി. അപ്പോൾ ഇവിടെ വന്നിട്ടാകുമ്പോൾ നമുക്കതെല്ലാം തലക്ക് കയറുന്നത്. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ ഉണ്ടായിരുന്നത് മെഡിക്കലിൽ പോകാണ്ടായി, ഗുളികെല്ലാം മേങ്ങാൻ. പിന്നെ മിതാദിൻ്റെ ക്ലാസ്സെല്ലാം കുറേ കട്ടായിട്ടുണ്ട്. കുറേ കട്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അടിപൊളിയെല്ലാം ആയിട്ട് ലീവ് തന്നെയായി. അങ്ങനെ സാറിനോടെല്ലാം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിന്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ അസ്രൂന് കുറച്ച് ടീഷർട്ടും ട്രാക്കെല്ലാം വാങ്ങാണ്ടായിന്. അങ്ങനെ ഒരു മൊഗ്രാലുകൾ തന്നെ നമ്മൾ അഫ്സലിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്ക് തന്നെ പോയിട്ട് മേങ്ങുമ്പില്ലേ മെല്ലെ പപ്പാക്ക് മേങ്ങുമ്പില്ലേ ഇത് ഓരോന്നോരോന്ന് ഇട്ടേക്കും. ഇതങ്ങ് പിടിക്കുന്ന ഇതങ്ങ് വാങ്ങണ്ടിട്ട് ആ ഒരു ഓസിക്കോനൊടുത്ത് ഡ്രസ്സ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ. പിന്നെ നമ്മൾ നേരെ വിട്ടത് മിതാദിൻ്റെ കോളേജിലേക്കാണ്. അവിടെ സാറിനോടും പ്രിൻസിപ്പളിനോടും നമ്മൾ പറഞ്ഞിന് കാര്യം ഇങ്ങനെ ലീവ് ആകുമ്പോഴേക്ക് പപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് നല്ല പറഞ്ഞിട്ട് ഓക്കെ എന്നല്ല പറഞ്ഞു. എന്നാൽ നമ്മൾ ഒന്ന് പോയിട്ട് ക്ലാസ്സെല്ലാം കഴിയാനായില്ലേ, കുറേ ലീവായിരുന്നല്ലേ. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് അടുത്തേക്ക് പോയി. അവിടെ പോയിട്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം രാവിലെ ഇറങ്ങിന് പോരുന്നൊരു ഒരു കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ പ്രിൻസിപ്പളിനെല്ലാം സംസാരിച്ചിട്ടാൽ പോകാം ഓക്കെ പറഞ്ഞു. നമ്മൾ കടലാസും കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ പോയിട്ടുണ്ടായി ഈ ഹോസ്പിറ്റലത്തെ സംഭവങ്ങളെല്ലാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പക്ഷെ അവിടേക്ക് എത്തുമ്പോൾ ടൈം കറക്റ്റ് 1:30 മണി അതിന് ഒരു ഫുഡ് കഴിക്കുന്നുണ്ടായി ടീച്ചേഴ്സെല്ലാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ വന്നിട്ട് എല്ലാം സെറ്റായതിനു ശേഷം പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ടൗണിലേക്ക് എത്തുമ്പോൾ ഇല്ലേ മൊഗ്രാലേക്ക് എത്തുമ്പോൾ ഭയങ്കര പൊടി പൊട്ടുന്ന ഇതാക്കുന്നല്ല സൗണ്ടൊക്കെ നമ്മൾ വിചാരിച്ചു എന്തിൻ്റെ ഇപ്പം ഇതെന്ന് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. ഇച്ചുമില്ല നമ്മളെ മൊഗ്രാലത്ത് ഭയങ്കര ഫുട്ബോളിൻ്റെ ആൾ ദിൽഷാദ് അഫ്സലിൻ്റെ ഭയങ്കര ഫ്രണ്ടാണ് എൻ്റെ ആങ്ങളുടെ. അപ്പോൾ ഞാൻ ഇച്ചു ഓനിച്ചു നോക്കി നമ്മ ഇച്ചു അങ്ങനെ. അപ്പോൾ ഓനൊരു ആദരിക്കൽ ചടങ്ങെല്ലാം തോന്നുന്നു, മാലെല്ലാം ഇട്ടിട്ട് കൊണ്ടുപോകുന്നെല്ലാം ഉണ്ട്. മാഷാള്ള ഭയങ്കര കളിയല്ലോ എൻ്റെ മാഷാള്ള. ഇനിയും ഉയർച്ചയിലേക്ക് എത്തട്ടല്ലേ. അപ്പോൾ നേരെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ സൈഡ് ഒന്നെടുത്തതാന്ന് പറഞ്ഞാൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം മറ്റേ ചായപ്പൊണ്ടയില്ലേ ചായപ്പൊണ്ടുണ്ടായി നമ്മളെ ടൗണിൽ തന്നെ കുമ്പള ടൗണിൽ കാണുമ്പോൾ ഒരു പൂതിയായി. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായപ്പൊണ്ടെല്ലാം കഴിച്ചിട്ടായതിന് ശേഷം ഇല്ലേ പിന്നെ നമ്മളെ മാമാൻ്റെ ആണ്ടുണ്ടായിന് പോകാൻ. അങ്ങനെ അവിടെ പോകാനെല്ലാം പ്ലാൻ ഇട്ടിട്ട് തന്നെയാണ് വന്ന് നമ്മൾ പേരെന്ന് ഇറങ്ങിയത്. എല്ലാം നമ്മളെ കാര്യമെല്ലാം ചെയ്തിട്ടായിട്ടായതിനു ശേഷം ടൈം ഉണ്ടെങ്കിൽ പോവാം മാമാൻ്റെ ഇടയിൽ നല്ല ചെല്ലിട്ട്. പിന്നെ ഫാമിലീൻ്റെ ഇടയിൽ കുറേ ദിവസമായി പോവാണ്ട് നിന്നിട്ട് ഒരു എന്താ പോകാണ്ട് വെക്കുമ്പോൾ നമുക്കൊരു പാങ്ങില്ല. നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബോണ്ടിങ് കൂടുതലല്ലേ, അതുകൊണ്ട് തന്നെ പോകാനുള്ള പ്ലാനിൽ തന്നെ വന്നിട്ടുണ്ടായി. അങ്ങനെതാ ചെയിൻ ലബാൻ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്നില്ലേ. ഇത് ചെയിൻ ലബാനല്ല അതിൻ്റെ തന്നെ എൻ ലബാൻ കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത് ഞാൻ എന്നറിയോ കഴിച്ചത്, ഇത് കഴിച്ചിട്ടായിട്ട് 2-3 കഴിച്ചിന്. ഇങ്ങനെ നേരെ കഴിച്ചിട്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം, നിങ്ങൾക്ക് കൂടി ഞാൻ കാണിച്ചു തരാവേ. ഇപ്പം ചെയ്യാൻ ടൈമില്ല, ഇൻഷാല്ലാ ഞാൻ നോമ്പിന് മുമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടി അത് കാണിച്ചു തരും. പിസ്താഷ്യവും ചോക്ലേറ്റും എല്ലാം ആയിട്ട് നല്ല മജയുണ്ട്, ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അതിപ്പോൾ നല്ല എക്സ്പെൻസാണ്. ആ ഒരു കിലോ തന്നെ 300-350 അങ്ങനെ എന്തോ ഇല്ലേ. ഇത് നമുക്ക് പുരൽ കൊണ്ടുപോയിട്ട് ചെയ്യുന്നെങ്കിലേ അത് കുറച്ച് ലാഭം ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ മാമാൻ്റെ പേർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ മഷാല നല്ല ചൂട് ഹോർലിക്സും കൊണ്ട് അമ്മേൻ്റെ മോള് വരുന്നുണ്ട്, കാക്കാൻ്റെ മോള്. മഷാല അവിടെ പോയെങ്കിൽ എന്തോ ഒരു മജയാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ അവിടേക്ക് എത്തുമ്പോൾ പമ്പ കിടക്കും. മഷാല എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഒരു നല്ലൊരു കൂട്ടായ്മയാണ്. അത് നല്ലൊരു മജയാണ്. അവിടെ മൊഗ്രാലത്തുള്ളവർക്കെല്ലാം കഥ അറിയാമല്ലേ. മൊഗ്രാലൊരു വേറെ തന്നെ ഒരു പിരിസവും ഒരു പിരിസപ്പാട് ഒരു ഫാമിലിയും നമ്മളെ മാപ്പിളുടെ ഫാമിലിൻ്റെ അടുക്ക് പോയ പോലെ ആ നീല നമ്മൾ തന്നെ സ്വന്തം ഏട്ടത്തിൻ്റെ അടുക്ക് അനിയത്തിൻ്റെ അടുക്ക് അങ്ങനത്തെ പോകുന്നൊരു ഫീലാണ്. ഇഷ്ടമാണ് നമുക്ക് മാമാൻ്റെ പോകാൻ. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പോലുണ്ട് നമ്മളെല്ലാം. അങ്ങനെ അമ്മേൻ്റെ ഒരു സ്വഭാവവും കാക്കാൻ്റെ ഒരു സ്വഭാവവും കാക്കാൻ്റെ മോളെ സ്വഭാവം. മഷാല്ല മോന് കാക്കാക്ക് ഒരു മോളും ഒരു മോനാണ്. മഷാല്ല രണ്ടും നല്ല ഒരു എന്താ പറയുക മനുഷ്യന്മാരെ ഭയങ്കര ഇഷ്ടം, നമ്മളെല്ലാം ഭയങ്കര ഇഷ്ടം. അങ്ങനെ അപ്പോൾ അതാ അവിടെ എല്ലാം മൊയിലോതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതാ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നെല്ലാം അരിച്ചു കൊടുത്തിട്ട് എല്ലാവരും ചുട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെല്ലാം ചുട്ടിട്ട് കൊണ്ടുവന്നിട്ട് നമുക്കെന്ത് പണിയില്ല. അമ്മ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് പോയോണ്ടില്ലേ അമ്മ നീ എന്താക്കണ്ട, നീ അപ്പുറം നിൽക്ക്, നീ അവിടെ നിൽക്ക്, നീ എന്ത് പണിയെടുക്കണ്ട, നീ റെസ്റ്റ് എടുക്കല്ലേ എന്തോ തൊടാനേ നമുക്കുന്നില്ല അറിഞ്ഞാൽ. അങ്ങനെ അപ്പോൾ അതാ നെയ്ച്ചോറും ബീഫ് കറിയും പൊറോട്ടയും പിന്നെ എന്താ പണ്ടതിന് പത്തില് വെജ് കറി പിന്നെ ചിക്കൻ കറി എന്തെല്ലാം ഉണ്ടായിരുന്നു. ചിക്കൻ കറി മീൻ കറി വെറുംചോറ് അങ്ങനെ അച്ചാറ് സംഭവങ്ങളെല്ലാം അങ്ങനെ എല്ലാ വിളമ്പലും കുടിക്കലും കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏകദേശം രാത്രി 12 മണി ആ ഒരു ടൈം അതിന് വരുമ്പോൾ തന്നെ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണും. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.